സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 10 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന കേസിലെ പ്രതിയെ 107 വർഷം കഠിന തടവിനും 4.5 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തിയ ലോറി ഡ്രൈവറുടെ അക്രമത്തിൽ എസ്ഐക്കും പോലീസുകാരനും പരിക്ക്. നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ അരുൺ മോഹൻ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതി അനുമതി കൂടാതെ ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ഹോസ്റ്റർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് കല്യാൺ റോഡ് സ്വദേശി കെ സുധീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. മത്സ്യവിൽപ്പനയുടെ മറവിൽ കഞ്ചാവ് കച്ചവടം, പ്രതി ചന്തേര പോലീസിന്റെ പിടിയിൽ. പടന്ന വടക്കേപ്പുറം സ്വദേശി മൊയ്തീൻ തെക്കേ കോലേത്താണ് പോലീസ് പിടിയിലായത്. കാശ്മീരിലെ പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. പ്രകൃതി ഒരുക്കിയ അതിഥി മന്ദിരത്തിൽ മന്ത്രി V. അബ്ദുൾ റഹ്മാന് സ്വീകരണം. വളരെ വ്യത്യസ്തമായ അനുഭവമെന്ന് മന്ത്രി. തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റിനടുത്തുള്ള TK ചിക്കൻ സെന്ററിൽ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്ന കോഴി. 4 കാലുള്ള കോഴി നാട്ടുകാർക്ക് കൗതുകമായി. വാർത്തകൾ വിശദമായി. 10 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന കേസിലെ പ്രതിയെ 107 വർഷം കഠിന തടവിനും 4.5 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. കാസർഗോഡ് കൂടിയു പെരിയടുക്കയിലെ ജഗന്നാഥൻ എന്ന ജഗനെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 10 വയസ്സുള്ള ആൺകുട്ടിയെ ഇടവഴിയിൽ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിലെ പ്രതിയെ 107 വർഷം കഠിന തടവിനും 4.5 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 18 മാസം അധിക തടവ് അനുഭവിക്കണം. കാസർഗോഡ് കൂടിയു പെരിയടുക്കയിലെ ജഗന്നാഥൻ എന്ന ജഗനെയാണ് അറസ്റ്റ് ചെയ്തത്. 2020 ഓഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൂലിപ്പണിക്കാരനായ പ്രതി 10 വയസ്സുകാരനെ വിവിധ ദിവസങ്ങളിലായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കാസർഗോഡ് ടൗൺ സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന P. രാജേഷാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തിയ ലോറി ഡ്രൈവറുടെ അക്രമത്തിൽ SIക്കും പോലീസുകാരനും പരിക്ക്. നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ SI അരുൺ മോഹൻ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തിയ ലോറി ഡ്രൈവറുടെ ആക്രമണത്തിൽ SIക്കും പോലീസുകാരനും പരിക്ക്. നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ SI അരുൺ മോഹൻ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ ചായോത്ത മാനൂരി കിഴക്കേ വീട്ടിൽ ഗംഗാധരന്റെ മകൻ KV സന്തോഷിനെ അറസ്റ്റ് ചെയ്തു. പരാതി എഴുതി നൽകണമെന്ന PRO ASI പ്രകാശൻ ആവശ്യപ്പെട്ടപ്പോൾ മദ്യലഹരിയിലായിരുന്ന സന്തോഷ് PROയുടെ മുറിയിലെ കസേരയും മറ്റും വലിച്ചെറിഞ്ഞു. ശബ്ദം കേട്ട് ഓടിയെത്തിയ SI അരുൺ മോഹന്റെ കോളറിൽ പിടിക്കുകയും യൂണിഫോമിലെ നെയിംസ് പ്ലേറ്റ് പിടിച്ചുപറിക്കുകയും ചെയ്തു. തടയാൻ ചെന്നപ്പോഴാണ് സിവിൽ പോലീസ് ഓഫീസർ നിതീഷിനെയും ആക്രമിച്ചത്. അരുൺ മോഹന്റെ കഴുത്തിനും നിതീഷിന്റെ കൈക്കും അക്രമത്തിൽ പരിക്കേറ്റു. മറ്റു പോലീസുകാർ ബലം പ്രയോഗിച്ചാണ് പ്രതിയെ പിടികൂടിയത്. പരിക്കേറ്റ SIയും പോലീസുകാരനും നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ നീലേശ്വരം SI KV രതീശൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതി അനുമതി കൂടാതെ ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ഹോസ്റ്റർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് കല്യാൺ റോഡ് സ്വദേശി K. സുധീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ കാഞ്ഞങ്ങാട് കല്യാൺ റോഡ് സ്വദേശി സുധീഷ് K. എന്നയാൾ ഉത്തരവ് നിലനിൽക്കെ നിയമം ലംഘിച്ചുകൊണ്ട് ഹോസ്റ്റർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും മറ്റും കറങ്ങി നടക്കുന്നതായ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. ഹോസ്റ്റർ നീലേശ്വരം പോലീസ് സ്റ്റേഷനുകളിലായി 5ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് കണ്ണൂർ റേഞ്ച് DIG 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തിയത്.
ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജിത് കുമാർ പിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വരുൺ പി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സനീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ അനൂപ് മാണിയാട്ട്, പി രമിത് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മത്സ്യവിൽപ്പനയുടെ മറവിൽ കഞ്ചാവ് കച്ചവടം, പ്രതി ചന്തേര പോലീസിന്റെ പിടിയിൽ. പടന്ന വടക്കേപ്പുറം സ്വദേശി മൊയ്തീൻ തെക്കേക്കോലത്താണ് പോലീസ് പിടിയിലായത്. മത്സ്യവിൽപ്പനയുടെ മറവിൽ കഞ്ചാവ് കച്ചവടം, പ്രതി ചന്തേര പോലീസിന്റെ പിടിയിലായി. പോലീസ് പട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുന്നതിനിടെ പോലീസിനെ കണ്ട് ഒരാൾ പരുങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത ആളെ തടഞ്ഞു നിർത്തി ഇയാളുടെ കയ്യിൽ കവർ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പടന്ന വടക്കേപ്പുറം സ്വദേശി മൊയ്തീൻ തെക്കേക്കോലത്താണ് പിടിയിലായത്. ജില്ലയിൽ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിനായി വ്യാപക പരിശോധന നടന്നുവരികയാണ്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിലാണ് ഇൻസ്പെക്ടർ പ്രശാന്ത് എമ്മിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സതീഷ് KP, SCPO ശ്രീജു, CPOമാരായ ശ്രീജിത്ത് KR, ജിതിൻ മുരളി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കശ്മീരിലെ പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. കാശ്മീരിലെ പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ദീപ K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും ഏകപക്ഷീയമായി പ്രതിപക്ഷത്തിന്റെ യാതൊരു എതിർ ശബ്ദങ്ങളെയും കണക്കിലെടുക്കാതെ പാർലമെന്റിൽ 2019 ആദ്യത്തെ ലേബർ കോഡ് പാസ്സാക്കുന്നത്. 19ന്റെ പ്രാധാന്യം നമുക്കറിയാം അല്ലെ, കോവിഡ് വന്ന സമയം. 19ലും 20ലുമായിട്ട് ആണ് മുഴുവൻ ലേബർ കോഡുകളും പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോ 2025 അല്ലെ, 5-6 വർഷം പിന്നിട്ടപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്, എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് നടപ്പിലാക്കാൻ കഴിയാതെ ഇത്രയും വർഷം നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമായിട്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ജനാർദ്ദനൻ, K. പ്രഭാകരൻ, PV. ജയരാജൻ, A. ഗിരീശൻ, ഗോപാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. K. ശശിധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രകൃതിയൊരുക്കിയ അതിഥി മന്ദിരത്തിൽ മന്ത്രി V. അബ്ദുൾ റഹ്മാന് സ്വീകരണം. വളരെ വ്യത്യസ്തമായ അനുഭവമെന്ന മന്ത്രി. മടിക്കൈ കാഞ്ഞിരപ്പൊയിലിൽ തോട്ടിനാട്ട് ചെഗ്വേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്പോർട്സ് കിറ്റ് വിതരണത്തിന്റെയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയുടെയും ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ മന്ത്രിയെ മടിക്കൈ IHRD മോഡൽ കോളേജിന് സമീപത്തെ ചെഗ്വേര ഗ്രൗണ്ടിന് ചേർന്നുള്ള മരങ്ങളും വള്ളിപ്പടർപ്പുകളും ചെറുചെടികളും നിറഞ്ഞ് തണൽ വിരിച്ച പ്രകൃതിയൊരുക്കിയ സ്വാഭാവിക കൂടാരത്തിൽ ശീതളപാനീയവും മറ്റും നൽകി സ്വീകരിച്ചു. ഈ സ്വീകരണം വ്യത്യസ്തതരമായ അനുഭവം പകർന്നു നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം അത്രയും ഒഴിഞ്ഞൊരു പ്രദേശത്ത് തുരുത്ത് എന്നുള്ളത് വളരെ പ്രത്യേകത പറഞ്ഞാണ്. ഈ പ്രകൃതി നമ്മൾ ആസ്വദിക്കാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത, മടിക്കൈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M. രാജൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV. ശ്രീലത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുൾ റഹ്മാൻ, കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഷറഫ് അലി, മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. പ്രകാശൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ മന്ത്രിയുടെ അഭിപ്രായത്തെ ശരിവെച്ചു. മടിക്കൈ തോട്ടനാട് ചെഗ്വേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പാറപ്പുറത്തുള്ള ഗ്രൗണ്ട് നിർമ്മാണവും വ്യത്യസ്തമാർന്ന സ്വീകരണ പരിപാടിയും അതിഥികളുടെയും മറ്റുള്ളവരുടെയും പ്രശംസയ്ക്ക് അർഹമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 4 കാലുകളുള്ള കോഴിയെ കണ്ടിരുന്നോ എന്ന ചോദ്യം നമ്മെ കുഴക്കിയേക്കാം. എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ. തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റിനടുത്തുള്ള TK ചിക്കൻ സെന്ററിൽ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കോഴിയെ കാണാൻ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തളിപ്പറമ്പിലെ ഫാമിൽ നിന്ന് 10 പെട്ടികളിൽ കൊണ്ടുവന്ന 120 കോഴികളിൽ ഒന്നാണ് ആളുകളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ കണ്ടത്. കോഴിയെ മുറിച്ച് വിൽപ്പന നടത്താൻ പിടിച്ചപ്പോഴാണ് കാലുകളുടെ എണ്ണം കടയുടമ PK ഇസ്മായിൽ കണ്ടത്.
2 പകരം 4 കാലുകളുള്ള ബ്രോയിലർ വിഭാഗത്തിലെ പിടക്കോഴിയാണ് വിസ്മയിപ്പിക്കുന്നത്. നാട്ടുകാർ അദ്ഭുത കോഴിയെ കാണാൻ കടയിൽ തിക്കിത്തിരക്കി എത്തുകയാണ്. അപൂർവതയുള്ള ഈ കോഴിയെ വാങ്ങുന്നവർക്ക് ഇറച്ചി ഉപയോഗിക്കുമ്പോൾ 4 ലെഗ് പീസുകൾ കിട്ടുമല്ലോ എന്ന കമന്റാണ് കോഴിയെ കാണാനെത്തിയ നാട്ടുകാർ പറയുന്നത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഫുട്ബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൽ വനിതാ ഫുട്ബോളിന്റെ കരുത്തായി മാറുകയാണ് ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമി. കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന അക്കാദമിയിൽ 60-ൽ പരം പെൺകുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകി വരികയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ, സംസ്ഥാന, ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ചുരുങ്ങിയ കാലയളവിൽ ഡ്രീംസ് അക്കാദമിയിലെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ദേശീയ സീനിയർ സ്കൂൾ ഫുട്ബോൾ ടീമിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ശിവനന്ദ തമ്പാൻ ഇക്കഴിഞ്ഞ ദേശീയ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ റണ്ണറപ്പായ കേരള ടീമിന്റെ ഗോൾ വലയം കാത്ത ഇഷിത, സ്ട്രൈക്കർ അനന്യ തുടങ്ങിയവർ ഡ്രീംസിന്റെ അഭിമാന താരങ്ങളാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വനിതാ ഫുട്ബോൾ അക്കാദമിയാണ് ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമി. അക്കാദമിയുടെ 3ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഈ വർഷം വാർഷികം ആഘോഷിക്കുന്നത് മെയ് 8 മുതൽ 11 വരെ ഉത്തരമേഖല വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചുകൊണ്ടാണ്. അണ്ടർ 13 കാറ്റഗറിയിലും അതുപോലെ തന്നെ സീനിയർ വിഭാഗത്തിലുമായി 2 വിഭാഗത്തിലാണ് മത്സരം നടക്കുന്നത്. രാവിലെ ജൂനിയർ വിഭാഗത്തിന്റെ മത്സരവും വൈകുന്നേരം സീനിയർ വിഭാഗത്തിന്റെ മത്സരമാണ് നടക്കുക. 2 നേരവും 2 കളി വീതമാണുള്ളത്. സ്പോർട്സ് ഡിവിഷനും സ്പോർട്സ് സ്കൂളുകളിലുമായി ഡ്രീംസിലെ 6 പേർ നിലവിൽ യോഗ്യത നേടിയിട്ടുണ്ട്. അക്കാദമിയുടെ 3ാം വാർഷികാഘോഷവും വനിതാ ഫുട്ബോൾ ടൂർണമെന്റും മെയ് 8 മുതൽ 11 വരെ തീയതികളിലായി നടക്കും. മെയ് 7 വൈകുന്നേരം 5 മണിക്ക് വാർഷികാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം മനീഷ് കുമാർ, ജനറൽ കൺവീനർ VM മുകേഷ്, ഡ്രീംസ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ വി രാജീവൻ, സെക്രട്ടറി രാജേഷ് മാപ്പിടിശ്ശേരി, ട്രഷറർ ഇ അജീഷ്, ടീം പരിശീലകൻ VV ഗണേശൻ, നിഖില രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ പ്രകാശനം നിർവഹിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ് മെയ് 21 സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കായിക മന്ത്രി V അബ്ദുൾ റഹ്മാനാണ് പ്രകാശനം നിർവഹിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഇതാദ്യമായാണ് മാധ്യമപ്രവർത്തകർക്കുള്ള വടംവലി സംഘടിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് ഉത്തരമേഖലാ വടംവലിയും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ 53 അംഗൻവാടികൾക്കും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് കിടക്കുന്നതിനുള്ള പായ ബെഡ് വിതരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. സൗജന്യമായി ലഭ്യമാകുമ്പോഴാകുന്ന തടസ്സം അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ 53 അംഗൻവാടികളെയും സ്വന്തമായി കെട്ടിടമുള്ള അംഗൻവാടികളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ രൂപീകരണവും നടക്കേണ്ടുന്ന പ്രായത്തിൽ നിങ്ങളുടെ കൈകളിലേക്കാണ് ആ കുട്ടികളെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭാവി സമൂഹം എങ്ങനെയായിരിക്കും, അവരുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിലൊക്കെ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം എന്നുള്ള രൂപത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ 53 അംഗൻവാടികൾക്കും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്ക് കിടക്കുന്നതിനുള്ള പായ, ബെഡ് എന്നിവ വിതരണം ചെയ്തത്. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. പ്രഭാവതി, VV ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കറായ ദിവ്യ കെ നന്ദി അർപ്പിച്ച് സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആയിരങ്ങൾ ദർശനം കാത്തിരിക്കെ വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിൽ ഉറഞ്ഞെത്തി. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമിട്ട് പരദേവത അരങ്ങിലെത്തിയത്. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. നാട്ടുപരദേവതയായ വിഷ്ണുമൂർത്തിയും രക്തചാമുണ്ടേശ്വരിയുമാണ് തിങ്കളാഴ്ച ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയത്. രാവിലെ 9 മണി കഴിഞ്ഞ് രക്തചാമുണ്ടേശ്വരിയാണ് ആദ്യം ക്ഷേത്ര തിരുനടയിലെത്തിയത്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാണ് വിഷ്ണുമൂർത്തി അരങ്ങിൽ നടനമാടിയത്. തുടർന്ന് ചീമേനിക്കാവിലും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുമെത്തി. വയൽ കടന്ന വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലേക്ക് എത്തും മുമ്പ് തന്നെ ആയിരങ്ങൾ നടപ്പന്തലിലും ക്ഷേത്രത്തിനകത്തും കാത്തുനിന്നു. തുടർന്ന് വലം വെച്ച ശേഷമാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകിയത്. ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിനെത്തി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനായി വടക്കേ മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തെക്കൻ കർണാടകയിൽ നിന്നുമായി 2.5 ലക്ഷത്തിൽ പരം ഭക്തർ ദർശനത്തിനെത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി. കളിയാട്ട ദിനങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലുമായി 2 നേരം അന്നദാനം നൽകി വരുന്നുണ്ട്. മെയ് 14 വരെ എല്ലാ ദിവസവും രാത്രി മറ്റു തെയ്യങ്ങൾ അരങ്ങിലെത്തും. മെയ് 15 സമാപന ദിവസം രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടേശ്വരിയും ഉച്ചയ്ക്ക് 1 മണിക്ക് വിഷ്ണുമൂർത്തിയും ഭക്തർക്ക് അനുഗ്രഹമേകാനായി അരങ്ങിലെത്തും. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദുബായ് KMCC മെഡിക്കൽ വിംഗ് കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ച 5000 യൂണിറ്റ് രക്തം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന രക്തദാന ക്യാമ്പിന് ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ തുടക്കം കുറിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റിലെ ലേബർ ഹെഡ് പവിത്ര മജുംദാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC മെഡിക്കൽ വിംഗ് കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ച് 5000 യൂണിറ്റ് രക്തം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന രക്തദാന ക്യാമ്പിന് ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ തുടക്കം കുറിച്ചു. ഇന്ത്യൻ കോൺസുലേറ്ററിലെ ലേബർ ഹെഡ് പവിത്ര മജുംദാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് ബാബു എടക്കുളം, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, ട്രഷറർ PK ഇസ്മായിൽ, മെഡിക്കൽ വിംഗ് ചെയർമാൻ AC ഇസ്മായിൽ, ജനറൽ കൺവീനർ ഹംസ തൊട്ടി, കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീം പ്രതിനിധികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ദുബായ് KMCC സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികൾ, വനിതാ KMCC നേതാക്കൾ, ഹാപ്പിനെസ് ടീം അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം ബുസ്താനുൽ ആരിഫീൻ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മസ്ജിദിന്റെയും മദ്രസയുടെയും ശിലാസ്ഥാപന കർമ്മവും നടന്നു. പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം ബുസ്താനുൽ ആരിഫീൻ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മസ്ജിദിന്റെയും മദ്രസയുടെയും ശിലാസ്ഥാപന കർമ്മവും പൊതുസമ്മേളനവും നടന്നു. മസ്ജിദ് ശിലാസ്ഥാപനത്തിന്റെയും പൊതുസമ്മേളനത്തിന്റെയും ഉദ്ഘാടനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ഓരോ കാലഘട്ടത്തിലും അപ്പോൾ ആ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ്. വളരെ പ്രയാസപ്പെട്ട് നമുക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചു. ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അബുദാബിയിൽ നിന്ന് ഇവിടെ എത്തിയ സയ്യിദ് എന്നവർ, ബഹുമാനപ്പെട്ട നമ്മുടെ അത്ഭുത സാഹിബിൻ്റെയും മകൻ അബ്ദുൽ സാഹിബിൻ്റെയൊക്കെ സുഹൃത്താണ്. അപ്പോൾ അവരൊക്കെ ശക്തമായ പ്രേരണ കാരണം അദ്ദേഹത്തിന് ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കണമെന്നുണ്ട്. മദ്രസ ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KB കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. അസീസ് VK മങ്കയം, അബ്ദുള്ള ബിനിയാസ് ഗേറ്റ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പള്ളി മദ്രസയ്ക്ക് വാങ്ങിയ വസ്തുവിന്റെ രേഖാസമർപ്പണം ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ നിർവഹിച്ചു. മുഖ്യാതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ഗ്ലോബൽ കമ്മിറ്റി ഭാരവാഹികളായ KA റഹ്മാൻ ഹാജി, KH ഷംസുദ്ദീൻ, KP മൊയ്തീൻ എന്നിവർ നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റിയുടെ ട്രഷറർ MK റഷീദ് ഹാജി, സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, ട്രഷറർ MK അബൂബക്കർ ഹാജി, റാസിഖ് റഹ്മാൻ, 7 സ്റ്റാർ അബ്ദുൾ റഹ്മാൻ, ദാവൂദ് ചെമ്പരിക്ക, അഹമ്മദ് ഹാജി CH, മുഹമ്മദ് കുഞ്ഞി വൈറ്റ് ഹൌസ്, അബ്ദുൾ വഹാബ് ബാഗവി,
സയ്യിദ് യാസിർ ഹുസൈൻ തങ്ങൾ, അബ്ദുൾ അസീസ് അഷ്റഫി പാണത്തൂർ, സുലൈമാൻ ഫൈസി കരുവഞ്ചാൽ, ഷിഹാബ് മാസ്റ്റർ, ഹസൈനാർ, ഷൌക്കത്ത് MA എന്നിവർ സംസാരിച്ചു. അൽഹാജ് ഉസ്താദ് M. മൊയ്തു ബാഗവി പുഞ്ചാബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ഹാജി സ്വാഗതവും ഹമീദ് PA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേലാങ്കോട്ട് അറിയാൽ ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അറിയാൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. അറിയാൽ ബ്രദേഴ്സ് ക്ലബ്ബ് മെയ് 4 മുതൽ 12 വരെ തീയതികളിലായാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ വെച്ചാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ദേശീയ സംസ്ഥാന തലത്തിലെ മികച്ച കളിക്കാർ കളത്തിലിറങ്ങുന്ന ടൂർണമെന്റ് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മേലാങ്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം തനതായ ഇടപെടലുകൾ നടത്തുന്ന ഒരുപറ്റം ചെറുപ്പക്കാരുടെ സംഘടിതമായ ശക്തിയാണ് അറിയാൽ ബ്രദേഴ്സ്. അവർ കായിക മേഖലയിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി അറിയാൽ സെവൻസ് എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ്. ആ 3 വർഷക്കാലം നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ മേഖലയിലെ പുതിയ കളിക്കാരെ കണ്ടെത്തുന്നതിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കളിക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഉപോത്ബലകമായ വിധത്തിൽ പ്രവർത്തിച്ച സ്ഥാപനമാണ് അറിയാൽ ബ്രദേഴ്സ്. സുരേഷൻ മണലിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി വിനോദ് കുമാർ, T. ബാബു, പവിത്രൻ അതിയാമ്പൂർ എന്നിവർ സംസാരിച്ചു. സൺഡേ സെവൻസ് ദുർഗ, ബെസ്റ്റ് ബെല്ല കടപ്പുറം, റെഡ് സ്റ്റാർ നെല്ലിക്കാട്, ജോളി തായന്നൂർ, ബ്രദേഴ്സ് 100 HP കാഞ്ഞങ്ങാട്, ഗ്രാമീണ എരിക്കുളം, ഗോൾഡ് ഹിൽ, ഹദാദ് ബേക്കൽ ടീമുകൾക്കൊപ്പം ആതിഥേയരായ അറിയാൽ ബ്രദേഴ്സ് എന്നീ 8 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. വിജയികളാവുന്നവർക്ക് 25,252 രൂപ ക്യാഷ് അവാർഡ് നൽകും. മുൻ ഫുട്ബോൾ താരം അതിയാമ്പൂരിലെ പരേതനായ KK ചന്ദ്രന്റെ സ്മരണയ്ക്ക് വിനീത് അതിയാമ്പൂർ നൽകുന്ന ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് മേലാങ്കോട്ട് കർത്തമ്പു മേസ്ത്രിയുടെ സ്മരണയ്ക്ക് മക്കൾ നൽകുന്ന 15,151 രൂപയും, ശാസ്ത നാരായണന്റെ സ്മരണയ്ക്ക് മക്കൾ നൽകുന്ന ട്രോഫിയും സമ്മാനിക്കും. എല്ലാ ദിവസവും മികച്ച കളിക്കാർക്ക് പ്രത്യേക സമ്മാനം നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശ്രീ കടപ്പുറത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. തുടർന്ന് വിവിധ പൂജകളും നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് മഹോത്സവം നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെ 7 മണിക്ക് നട തുറക്കലും തുടർന്ന് ഗണപതി ഹോമവും നടന്നു. തുടർന്ന് ശ്രീകോവിലിലെ വിഗ്രഹം വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും ഹരിഗോവിന്ദ നാമജപ കീർത്തനങ്ങളുടെയും അകമ്പടിയോടുകൂടി ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിച്ച് ആറാട്ട് മഹോത്സവം നടന്നു. തുടർന്ന് ദേവിയെ തിരിച്ചെഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ശ്രീകോവിലിരുത്തി ഉഷപൂജ, തുലാഭാരം, കലശാഭിഷേകം, ദേവീപ്രസാദമായി അന്നദാനം എന്നിവയും നടന്നു. മെയ് 7 നടക്കുന്ന ഗുളികൻ ദേവനുള്ള കലശത്തോടുകൂടി മഹോത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജപുരം തിരുകുടുംബ ദേവാലയം തകർത്തു കളഞ്ഞുവെന്നാരോപിച്ച് രൂപത നേതൃത്വത്തിനെതിരെ വിശ്വാസികൾ രാജപുരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സീറോ മലബാർ സഭയുടെ ഭാരതപ്പുഴയുടെ വടക്കോട്ടുള്ള ആദ്യ ദേവാലയമായ രാജപുരം തിരുകുടുംബ ദേവാലയം പൊളിച്ചുമാറ്റിയെന്നാരോപിച്ച് കുരിശിനെ അപമാനിച്ച വൈദികൻ കമ്മിറ്റിക്കാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജപുരം ടൗണിലെ കുരിശുപള്ളിക്ക് മുമ്പിൽ ഒരു വിഭാഗം വിശ്വാസികൾ കറുത്ത തുണികൾ കൊണ്ട് വായമൂടിക്കെട്ടിയും പ്ലക്കാർഡ് പിടിച്ച് പ്രതിഷേധിക്കുകയും ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ഷാജി ചാറാത്ത, ലൂക്കോസ് മുളവിനാൽ, തോമസ് കുഴിക്കാട്ടിൽ, ജോസ് പെരുമാനൂർ, സ്റ്റീഫൻ ഇല്ലിക്കൽ, തോമസ് കുരുവിലിക്കൽ, കുരുവില ഉള്ളാട്ടിൽ, എബ്രഹാം പെരുമ്പുഞ്ചയിൽ, അഡ്വക്കേറ്റ് KT ജോസ്, PA ജോസഫ് പൂവക്കുളം, സ്റ്റീഫൻ മുരിക്കുന്നേൽ, പീറ്റർ കദളിമറ്റം,
ബേബി തറപ്പുതൊട്ടിയിൽ, തോമസ് ഒറ്റത്തങ്ങാടിയിൽ, ജോസഫ് മലമ്പുറത്ത്, ജോസ് ഇല്ലിക്കാട്ടിൽ, AK മാത്യൂസ്, സൈമൺ നിരപ്പേൽ, ബാബു കദളിമറ്റം എന്നിവർ നേതൃത്വം നൽകി. നിരപ്പാക്കിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഇന്ന് ഒരു മൗന പ്രദേശവും മൗന മീറ്റിംഗും ഇവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇത് തകർത്തെറിഞ്ഞ വികാരിച്ചും പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ പല വോയിസിലും കേട്ടതാണ്. വികാരിച്ചനറിയാതെ ഇവിടെയുള്ള കുരിഷ്ടദ്രോഹികൾ ഈ പള്ളി ഇടിച്ചു തകർത്തെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കായി നാട്ടിൽ ജനമുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന കേസിലെ പ്രതിയെ 107 വർഷം കഠിന തടവിനും 4.5 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തിയ ലോറി ഡ്രൈവറുടെ അക്രമത്തിൽ SIക്കും പോലീസുകാരനും പരിക്ക്. നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ SI അരുൺ മോഹൻ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതി അനുമതി കൂടാതെ ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ഹോസ്റ്റർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് കല്യാൺ റോഡ് സ്വദേശി K സുധീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. മത്സ്യവിൽപ്പനയുടെ മറവിൽ കഞ്ചാവ് കച്ചവടം, പ്രതി ചന്തേര പോലീസിന്റെ പിടിയിൽ. പടന്ന വടക്കേപ്പുറം സ്വദേശി മൊയ്തീൻ തെക്കേ കോലേത്താണ് പോലീസ് പിടിയിലായത്. കാശ്മീരിലെ പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റി തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. പ്രകൃതിയൊരുക്കിയ അതിഥി മന്ദിരത്തിൽ മന്ത്രി V അബ്ദുൾ റഹ്മാന് സ്വീകരണം. വളരെ വ്യത്യസ്തമായ അനുഭവമെന്ന് മന്ത്രി. തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പുറോഡ് റെയിൽവേ ഗേറ്റിനടുത്തുള്ള TK ചിക്കൻ സെന്ററിൽ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്ന കോഴി. 4 കാലുള്ള കോഴി നാട്ടുകാർക്ക് കൗതുകമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.